നമസ്കാരം. അഷ്ടപതി സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ആർട്സിൻ്റെ പ്രതിഭാ സംഗമത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രതിഭ അഷ്ടപതിയിലെ സീനിയർ വിദ്യാർത്ഥിനി ഡോക്ടർ അഞ്ജലി ബി ചന്ദ്രനാണ്. ഹായ് അഞ്ജലി. ഹായ് അഞ്ജലി, എത്രാം ക്ലാസ് മുതലാണ് സംഗീതം അഭ്യസിച്ചു തുടങ്ങിയത്? SF സ്കൂളിൽ 3rd സ്റ്റാൻഡേർഡിൽ വെച്ചാണ് ഞാൻ സതീദേവി ടീച്ചറിനെ പരിചയപ്പെടുന്നതും കൃത്യമായിട്ടുള്ള സംഗീത പഠനം ആരംഭിച്ചത് 3ാം ക്ലാസ് മുതലാണ്. ബാലപാഠങ്ങൾ മുതൽ തന്നെ സംഗീതം അഭ്യസിച്ചു തുടങ്ങി. ടീച്ചറിന്റെ കീഴിലാണ്. ഇതിന് മുന്നിൽ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും കർണാടക സംഗീതത്തിൽ കൃത്യമായ ഒരു പരിശീലനം നൽകി എന്നെ സംഗീതത്തിലേക്ക് നയിച്ചത് സതീദേവി ടീച്ചറിൻ്റെ ക്ലാസ്സുകളിലൂടെയാണ്. സംഗീതമല്ലാതെ മറ്റേതെങ്കിലും കലകൾ അഭ്യസിച്ചിട്ടുണ്ടോ? സംഗീതം മാത്രമായിരുന്നു. അതിനോടായിരുന്നോ ആദ്യമേ താല്പര്യം? സംഗീതം തന്നെയായിരുന്നോ? അതെ, മാതാപിതാക്കളിൽ അതിനുള്ള അവസരം ഒരുക്കി തന്നു. അതുകൊണ്ട് നന്നായി പഠിക്കാനായിട്ട് സാധിച്ചു. അഞ്ജലി, ആ ഒരു സംഗീതത്തിന്റെ അഭിരുചി ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? അത് ടീച്ചർ തന്നെയാണ്. ഒരിക്കൽ പാട്ട് പാടിയപ്പോൾ ടീച്ചറിന് അത് മനസ്സിലാവുകയും ടീച്ചറാണ് മാതാപിതാക്കളോട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞത്. അതിൻ്റെ ഫലമായിട്ടാണ് പഠിക്കാനായത്. വീട്ടിൽ നിന്നുള്ളൊരു അച്ഛനും അമ്മയുടെയും ആ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഈ ഒരു സംഗീത രംഗത്തേക്ക്? ഓരോ മത്സരങ്ങൾക്കും കൊണ്ടാക്കുകയും കൊണ്ടുവരികയും കൃത്യമായ പിന്തുണ നൽകിയിട്ടുണ്ട് മാതാപിതാക്കൾ. സ്കൂളിൽ നിന്നൊക്കെ ആണെങ്കിൽ ഉള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? മത്സരങ്ങൾക്കും കലാമത്സരങ്ങൾക്കും ഒക്കെ ഉള്ള അധ്യാപകരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ SF സ്കൂളിൽ ധാരാളം മത്സരങ്ങൾ വരാറുണ്ട്. അപ്പോഴൊക്കെയും മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ടീച്ചേഴ്സൊക്കെ കുറച്ച് പേര് സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിലും എന്നാൽ ഏറെക്കുറെ ടീച്ചേഴ്സ് പ്രോത്സാഹനങ്ങൾ നൽകിയിട്ടുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അഞ്ജലി സപ്പോർട്ട് ചെയ്തത് ഏത് ടീച്ചറായിരിക്കും ഈ ഒരു സംഗീത ലോകത്തേക്ക് എത്തിച്ചേരാനായിട്ട്? ഏറ്റവും കൂടുതൽ സംഗീതത്തിൽ ഞാൻ ശോഭിക്കണമെന്ന് ആഗ്രഹിച്ചത് നമ്മുടെ മ്യൂസിക് ടീച്ചർ തന്നെയാണ്. ടീച്ചറിന്റെ പൂർണ്ണ പിന്തുണ അതുകൊണ്ടാണ് ഇതുവരെയും 25 വർഷത്തോളം നീണ്ടു നിന്ന ഈ പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. സംഗീതത്തിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത്സരത്തിന് ആദ്യമായി സമ്മാനം ലഭിക്കുന്നത് ഏത് മത്സരത്തിനാണെന്ന് ഓർമ്മയുണ്ടോ? 3rd സ്റ്റാൻഡേർഡിൽ ലൈറ്റ് മ്യൂസിക് പാടിയപ്പോൾ 1ാം സമ്മാനം ലഭിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. അന്ന് ഏത് പാട്ടാ പാടിയെന്ന് ഓർക്കുന്നുണ്ടോ? ലൈറ്റ് മ്യൂസിക് ആവണി പൗർണമി. അത് നമുക്ക് വേണ്ടിയിട്ടൊരു 2 വരി പാടാവോ? ആവണി പൗർണമി മുഖം നോക്കുവാനെത്തും നിളയുടെ നിർമ്മല നീർത്തടത്തിൽ. ആവണി പൗർണമി മുഖം നോക്കുവാനെത്തും നിളയുടെ നിർമ്മല നീർത്തടത്തിൽ. ടീച്ചറിന്റെ അടുത്ത് നിന്ന് തന്നെ പഠിച്ച പാട്ടാണ്. അതെ. വേറെ ഏതൊക്കെ മത്സരങ്ങളിലായിരുന്നു അന്ന്? ലളിതഗാനം മാത്രമല്ലാതെ ക്ലാസിക്കൽ മ്യൂസിക്, പദ്യപാരായണം, മാപ്പിളപ്പാട്ട് ഇതിനൊക്കെ പങ്കെടുക്കാറുണ്ട്. നിരവധി സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്. LP സ്കൂൾ മുതൽ തന്നെ അഞ്ജലി നിരവധി കലാമത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ കോളേജ് ലെവലിലും പങ്കെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ പല വേദികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വേദികളിൽ എവിടെയെങ്കിലും അഞ്ജലിക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതൊന്ന് ഷെയർ ചെയ്യാവോ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ സൗത്ത് സോൺ സഹോദയ 4 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡേ ക്ലാസിക്കൽ മ്യൂസിക് ആയിരുന്നു. അന്ന് ഞാനത് പാടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും കാലിന് ചെറുതായി പരിക്കേറ്റു. അത് പ്ലാസ്റ്റർ ഇടേണ്ട ഒരവസ്ഥ എത്തി. പക്ഷേ അന്ന് നെക്സ്റ്റ് ഡേ പോകാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഒട്ടും ഇല്ലായിരുന്നു. പക്ഷേ ടീച്ചറിന് എൻ്റെ നല്ല ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പാടണം എന്നുള്ളത്. ടീച്ചറിൻ്റെ നിർബന്ധപൂർവ്വം ഞാൻ സെക്കൻഡ് ഡേ ധൈര്യമായിട്ട് പോവുകയും ലൈറ്റ് മ്യൂസിക് പാടുകയും ചെയ്തു. പക്ഷേ അന്നത്തെ ആ ഒരു മത്സരത്തിന് എനിക്ക് പ്രൈസ് ലഭിച്ചു. ഇതുവരെ സൗത്ത് സോൺ സഹോദയയിൽ അങ്ങനെ പ്രൈസ് കിട്ടിയിട്ടില്ല. പക്ഷെ അന്ന് എനിക്കത് നേടാനായിട്ട് സാധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അത് നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട വിജയം ലഭിക്കുമെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അന്ന് ആ പൊരുതി നേടിയ ആ ഒരു സമ്മാനത്തിൽ ആ അർഹമായ പാട്ട് ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? ഓടക്കുഴലേ നിൻ കളനാദം ഓർമ്മയിൽ പാലാഴി തീർക്കുന്നു. ഓളങ്ങളിൽ താളം തുള്ളുന്നു എൻ മനം
പോലെ പുതിയൊരു ഓമനത്താമര പോലെ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇന്ന് അഞ്ജലി ബി ചന്ദ്രൻ, ഡോക്ടർ അഞ്ജലി ബി ചന്ദ്രനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അഞ്ജലി ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ഞാൻ ആയുർവേദ ഡോക്ടറാണ്. അമൃത സ്കൂൾ ഓഫ് ആയുർവേദ കരുനാഗപ്പള്ളിയിൽ, അവിടെയാണ് 5 ഇയർ കോഴ്സ് പഠിച്ചത്. അപ്പോൾ ഒരു സംഗീതം ഒരു പാഷനായിട്ട് തന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതെ അതെ, ചെറുപ്പത്തിലെ പഠിച്ച സംഗീതത്തെ കൈവിടാൻ സാധിക്കില്ല, അതുകൊണ്ട് അതാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പ്രൊഫഷനോടൊപ്പം തന്നെ സംഗീതവും ഒരു പാഷനായിട്ട് തന്നെ കൊണ്ടുപോകാനാണ് ആഗ്രഹം. അതെ. സംഗീതം കൂടാതെ വേറെന്തെങ്കിലും ഹോബീസ് ഉണ്ടോ അഞ്ജലിക്ക്? റീഡിങ് ഇഷ്ടമാണ്. പിന്നെ ഒഴിവ് സമയങ്ങളിൽ ചെറുതായിട്ട് പാട്ട് എഴുതാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ സ്കൂളുകളിൽ അവസരങ്ങൾ ലഭിക്കും. സർഗസംഗീതം എന്ന കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് എന്നെ പണ്ട് ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ ആ സമയത്ത് തന്നെ ചിട്ടപ്പെടുത്തുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഞാൻ ചെറിയ രീതിയിൽ എഴുതാറുണ്ട്, സംഗീതം ട്യൂൺ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു സിംഗർ മാത്രമല്ല, ഒരു കമ്പോസറും കൂടെയാണ് അല്ലേ? അപ്പൊ ആ ഒരു ഫീൽഡിലേക്കുള്ള ഒരു ഇൻസ്പിറേഷൻ ആരായിരിക്കും മെയിനായിട്ടും? അതെ, ടീച്ചർ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ മറ്റാരെങ്കിലും സംഗീതം, ഈ ഒരു കലാരംഗത്ത്, സംഗീതം അല്ലാതെ വേറെ ഏതെങ്കിലും കലാരംഗത്ത് ഉണ്ടോ? എന്നോടൊപ്പം എൻ്റെ അനിയൻ അജിൻ ബി ചന്ദ്രൻ, അവൻ പഠിക്കാൻ വരാറുണ്ട്. അങ്ങനെ അവനും സംഗീതത്തിൽ ഇപ്പോൾ മികവ് പുലർത്തുന്നുണ്ട്. അനിയൻ ഇപ്പം എന്താ ചെയ്യുന്നത്? അനിയൻ MBBS ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്, മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ്, അടൂർ. അനിയനും കലാമത്സരങ്ങൾക്കൊക്കെ ഇപ്പോഴും പങ്കെടുക്കുന്നുണ്ടോ കോളേജിലൊക്കെ? അതെ, അവനും എന്നോടൊപ്പം അഷ്ടപതിയിൽ പഠിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പഠിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ ഇപ്പോൾ കോളേജിലെ എല്ലാ പ്രോഗ്രാംസിനും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അനിയൻ ഇപ്പോഴും പാട്ട് പഠിക്കുകയാണ് ടീച്ചറിൻ്റെ അടുത്ത് തന്നെ? അവൻ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അവൻ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല. അഞ്ജലി നേരത്തെ ട്യൂൺ ചെയ്ത കാര്യമൊക്കെ പറഞ്ഞു, പാട്ടുകൾ. അപ്പോൾ അതിന്ന് ഏതെങ്കിലും ഒരു ട്യൂൺ ചെയ്ത ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി പാടാവോ? ഓക്കെ, ഞാനൊരു ഫെയർവെൽ സോങ് ട്യൂൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 വരി കോളേജിലെത്തിക്ക് വേണ്ടിയിട്ട്. അതെ അതെ. മാമ്പൂവിൻ മണമോറും കൗമാരകാലത്തിൽ മുട്ടിട്ടു വിടർന്നൊരു സൗഹൃദം, ഇന്നീ യുവചികിത്സകരായൊന്നിച്ചു കൈകോർത്ത് പടിയിറങ്ങുമ്പോൾ കഴിഞ്ഞു പോയൊരേ മധുരമൂറും നിമിഷങ്ങൾ സുന്ദരമാം മധുശലഭമായി പാറിമറയുന്നു, മധുശലഭമായി പാറിമറയുന്നു. ഓഹോ കാലം പോയി, ഓഹോ കാലം പോയി, ഓഹോ കാലം പോയി. അഞ്ജലി ഒരു കമ്പോസർ ആണെന്നും കൂടെ തെളിയിച്ചിരിക്കുകയാണ് അല്ലേ ഇപ്പം? അപ്പോൾ ഈ ഒരു കോളേജിൽ നിന്നൊക്കെ ഉള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഫ്രണ്ട്സിൻ്റെ ആയിരുന്നാലും ബാക്കി ഫാക്കൽറ്റീസിൻ്റെ ഒക്കെ ആയിരുന്നാലും ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? എൻ്റെ ഫ്രണ്ട്സും റൂംമേറ്റ്സും ഒക്കെ ഞാൻ പാട്ട് പാടുന്നത് അവരതിയായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, അവരെന്നെ കൊണ്ട് പാടിപ്പിക്കാറുണ്ട്. ടീച്ചേഴ്സും എല്ലാവരും സപ്പോർട്ടായിരുന്നു. നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. ഈ വിദ്യാഭ്യാസവും കലാപഠനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ടോ? ബുദ്ധിമുട്ട് നേരിട്ടിട്ടില്ല. വളരെ സന്തോഷത്തോടുകൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് 5.5 വർഷത്തെ കോഴ്സ് പഠിക്കാനൊക്കെ കഴിഞ്ഞു. നല്ല ജോളിയായിട്ട് നമ്മുടെ മ്യൂസിക് കൂടെ ഉള്ളത് കൊണ്ട് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഒരു പേഷ്യൻസിനെയൊക്കെ കൺസൾട്ട് ചെയ്യുന്ന സമയത്തും അവർക്ക് ഒരു മ്യൂസിക് കൂടെ ഒരു ഇതിലോട്ട് ഇൻവോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടോ? വാർഡിലൊക്കെ പോകുമ്പോൾ പാട്ട് പാടുമെന്ന് അറിഞ്ഞാൽ അവരെന്നെ കൊണ്ട് പാടിപ്പിക്കാറുണ്ട്. അവർക്ക് എല്ലാ ദിവസവും കഴിയുന്നിടത്തോളം ഞാൻ വൈകിട്ട് പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് 2 വരി പാടി കൊടുക്കാറുണ്ട്. അത് ഒരുപാട് ആശ്വാസമായിട്ട് അവർ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിലും നമുക്ക് ആ പാഷൻ ഒരുമിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമല്ലോ. ഈ ഒരു പ്രൊഫഷണൽ ഫീൽഡിലായിരുന്നാലും മ്യൂസിക് ഫീൽഡിലായിരുന്നാലും ഹസ്ബൻഡിൻ്റെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? 2026 ഏപ്രിലായിരുന്നു എൻ്റെ മാരേജ്. ഹസ്ബൻഡ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. മ്യൂസിക് നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പാട്ട് കേൾക്കുന്നതൊക്കെ വളരെ ഇഷ്ടമാണ്. ഫുൾ സപ്പോർട്ടാണ്. ഇനിയും മ്യൂസിക് പഠിക്കുവാൻ എന്നെ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം എങ്ങനെയാണ് ഈ ക്ലാസ്സൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്ന ഈ ഒരു ഇപ്പോൾ? സതി ടീച്ചറിൻ്റെ അവിടെ ഓൺലൈൻ ക്ലാസ്സിൽ ആണ് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
അങ്ങനെ എക്സാം ടൈം ആവുമ്പോൾ ചെറിയ ഗ്യാപ്പ് വരാറുണ്ട്, എന്നാലും അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. വേറെ ഒരു ഡിവോഷണൽ സോങ്സ് അങ്ങനെ എന്തെങ്കിലും കവർ സോങ്സ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ധാരാളം കവർ സോങ്സ് ഞാൻ യൂട്യൂബ് ചാനലിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഡിവോഷണൽ സോങ്ങോ ഫിലിം സോങ്ങോ എന്തെങ്കിലും എനിക്ക് വേണ്ടിയിട്ടൊന്ന് ഒരു ഡിവോഷണൽ സോങ് പാടാം. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും നിറകോടി നന്മയാൽ നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാകുമോ തമ്പുരാനേ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. വിദ്യാഭ്യാസവും കലയും ഒരുപോലെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ പ്രതിഭയായിട്ട് ഇവിടെ ഇരിക്കുന്ന അഞ്ജലി നമ്മുടെ കുട്ടികൾക്കും പുതുതലമുറയ്ക്കുമൊക്കെ ഒരു ഉത്തമ ഉദാഹരണവും മാതൃകയും കൂടിയാണ്. അപ്പോൾ അഞ്ജലിക്ക് ഇന്ന് വളർന്നു വരുന്ന ഒരു പുതു സമൂഹത്തിന് ഒരു ധാരണയുണ്ട്, കലാരംഗത്ത് എത്തിക്കഴിഞ്ഞാൽ പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോകും എന്ന് പറഞ്ഞ് രക്ഷകർത്താക്കൾ കുട്ടികളെ മാറ്റി നിർത്താറുണ്ട്. അപ്പോൾ ഇന്നത്തെ പുതു തലമുറയോടും രക്ഷകർത്താക്കളോടൊക്കെ എന്താണ് അഞ്ജലിക്ക് പറയാനുള്ളത് ഈ ഒരു സംഗീത രംഗത്ത് നിന്നുകൊണ്ട്? പുതുതലമുറയോടും രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, ധാരാളം അവസരങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവരവരുടെ കഴിവുകൾ മനസ്സിലാക്കി അതിനെ വേണ്ട വിധം പ്രോത്സാഹിപ്പിക്കുക. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അതിന് കഴിയും. ഒഴിവ് സമയങ്ങളിൽ നമ്മൾ ഒരു കല അഭ്യസിച്ചാൽ അത് സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും അത് വേണ്ടുന്ന തരത്തിൽ ഉള്ള പ്രോപ്പറായിട്ടുള്ള നമുക്ക് ക്ലാസ് കിട്ടിയാൽ നന്നായി പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ ആ കലയിൽ അതൊരു പാഷനായിട്ട്, കല തന്നെ നമ്മുടെ ഒരു ലഹരിയായിട്ട് നമ്മളത് ഏറ്റെടുക്കുക. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ചീഫ് ഗസ്റ്റായിട്ട് ആർട്സ് ഫെസ്റ്റിന് ഈ മ്യൂസിക്കിൻ്റെ ഒറ്റ ബലത്തോടു കൂടെ എനിക്ക് അവിടെ ചീഫ് ഗസ്റ്റായിട്ട് പോകുവാൻ സാധിച്ചു. അപ്പോൾ എന്താണ് നമ്മുടെ കഴിവ്, അതിന് ധാരാളം പ്രോത്സാഹനങ്ങൾ മറ്റുള്ളവരിൽ നിന്നൂടെ ലഭിക്കുമ്പോൾ ആ കുട്ടിയുടെ ആത്മവിശ്വാസം കൂടുകയും നമുക്ക് നന്നായിട്ട് ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനും സാധിക്കും. അഞ്ജലിക്ക് ഇനിയും പ്രൊഫഷണൽ രംഗത്തും അതുപോലെ തന്നെ കലാരംഗത്തും ഒരുപാട് നേട്ടങ്ങളിലും എത്തിപ്പെടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളുടെ ഒപ്പം അഞ്ജലിയുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് ഒപ്പം ചെലവഴിച്ച അഞ്ജലിക്ക് ഒരുപാട് നന്ദി. എന്നെ ഈ പ്രതിഭാ സംഗമത്തിൽ ഉൾപ്പെടുത്തിയ വെങ്ങാനൂർ അഷ്ടപതി സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ആർട്സ് ഡയറക്ടർ ഡോക്ടർ സതീദേവി ടീച്ചറിനോടും എന്നോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന ഗോപിക എസ് ഗോപനോടും ഹൃദയം നിറഞ്ഞ നന്ദി.